ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി. CPM 15 സീറ്റിൽ മത്സരിക്കും. CPI 4 സീറ്റിലും കേരള കോൺഗ്രസ് എം കോട്ടയം സീറ്റിലും മത്സരിക്കും. ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി. AKG സെൻട്രലിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ ഐകകണ്ഠേനയാണ് തീരുമാനം. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ എന്നുള്ള നിലയിൽ CPIM 15 സീറ്റിൽ മത്സരിക്കാൻ, 4 സീറ്റിൽ CPI മത്സരിക്കാൻ, കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി മത്സരിക്കാനുമുള്ള തീരുമാനമാണ് ഐക്യകണ്ഠേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ളത്. ഈ വരുന്ന 14-ന് ജില്ലകളിൽ ഇടതുമുന്നണി യോഗം ചേരും. ഇതിനു പിന്നാലെ പാർലമെന്റ്, അസംബ്ലി തല ഇടതുമുന്നണി യോഗങ്ങൾ ചേരും. ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് കൺവീനർ EP ജയരാജൻ പറഞ്ഞു. UDFന്റെ ജാഥ ഒഴിവാക്കി കോൺഗ്രസ് ജാഥ നടത്തുന്നത് മുസ്ലിം ലീഗിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാണെന്നും EP ജയരാജൻ വിമർശിച്ചു. കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ മുസ്ലിം ലീഗില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടാണ് UDF എന്നുള്ള നിലയിൽ അവർക്ക് സമരം സംഘടിപ്പിക്കാൻ കഴിയാതെ വന്നത്? മുസ്ലിം ലീഗിനെ കോൺഗ്രസിനോടൊപ്പം കൊണ്ടു നടക്കാൻ BJPക്ക് അതൃപ്തി ഉണ്ടാകുന്ന നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഒരു മുന്നണി കേരളത്തിൽ UDF എന്നുള്ള നിലയിൽ നിലനിൽക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവർ ഒന്നിച്ചു നിൽക്കുന്നു. പക്ഷേ ഈ ജാഥയിൽ മുസ്ലിം ലീഗിനെ കൂട്ടിയോ? മുസ്ലിം ലീഗിനെ ബഹിഷ്കരിച്ചില്ലേ? മുസ്ലിം ലീഗിനെ പുറത്താക്കിയില്ലേ? മുസ്ലിം ലീഗിനെ ഈ ജാഥയിൽ കൂട്ടിയാൽ കൊണ്ടു നടന്നാൽ അത് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്നുള്ള രാഷ്ട്രീയ നിഗമനത്തിലെത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.